വിദ്വേഷ പ്രസംഗ കേസ് പ്രതിയും ഡൽഹിയിൽ മന്ത്രിയാകും. CAA വിരുദ്ധ പ്രക്ഷോഭകാലത്ത് വിദ്വേഷം പ്രസംഗിച്ച കപിൽ മിശ്രയാണ് ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. ഇയാളുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പിറ്റേ ദിവസമാണ് ഡൽഹി കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത 12 മണിക്കാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി PR അരവിന്ദും ഡൽഹിയിൽ നിന്ന് ധനസുമൂതും ചേരുകയാണ്. അരവിന്ദിലേക്ക്. അരവിന്ദ്, 12 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത്. വലിയ ആഘോഷമാക്കി മാറ്റാനൊരുങ്ങുകയാണോ BJP? ദിവ്യ, ഞാനിപ്പോൾ ഡൽഹി രാംലീല മൈതാനത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി നടക്കുന്നത്. ഏകദേശം 30,000-ഓളം പേർക്ക് ഇരിക്കുവാൻ വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പല തട്ടുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്കുള്ള ഇരിപ്പിടമുണ്ട്, അതുപോലെ തന്നെ VIP-കൾക്ക് വേണ്ടിയുള്ള ഇരിപ്പിടമുണ്ട്, പിന്നീട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇരിപ്പിടമുണ്ട്. ഏകദേശം 30,000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുറ്റൻ സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 3 തട്ടുകളായി തന്നെ സ്റ്റേജുകളും തിരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് ചടങ്ങിനെത്തും. സിനിമാ താരങ്ങൾക്ക് ക്ഷണമുണ്ട്, അതുപോലെ തന്നെ വ്യവസായ പ്രമുഖർക്ക് ഇന്ന് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. എന്തായാലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രേഖാ ഗുപ്തയ്ക്കൊപ്പം മറ്റ് 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അവരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മജീന്ദർ സിംഗ്, രവീന്ദർ ഇന്ദ്രജിത് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ്. എന്തായാലും കപിൽ മിശ്ര നമുക്കറിയാം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു നേതാവാണ്. വിദ്വേഷ പ്രസംഗ പ്രതിയും അതുപോലെ തന്നെ 2020-ലെ CAA വിരുദ്ധ പ്രക്ഷോഭ കാലത്ത് കപിൽ മിശ്ര വിദ്വേഷ പ്രസംഗം അടക്കം നടത്തിയിരുന്നു. കപിൽ മിശ്രയുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പിറ്റേ ദിവസമാണ് ഡൽഹി കലാപം അടക്കം പൊട്ടിപ്പുറപ്പെടുന്നത്. വലിയ അനിശ്ചിതത്വങ്ങൾ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി നിലനിന്നിരുന്നു. ഏകദേശം നമുക്കറിയാം ഫെബ്രുവരി 8-നാണ് ഡൽഹിയിൽ ആ ഫലം വരുന്നത്. പിന്നീട് 11 ദിവസങ്ങൾക്കപ്പുറം ഇന്നലെ രാത്രി 8:30 രേഖാ ഗുപ്തയുടെ പേരിലേക്ക് BJP എത്തുന്നത്. ആദ്യം പർവേഷ് വർമ്മ, അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച് പർവേഷ് വർമ്മയുടെ പേര് ഈ ഉയർന്നു കേട്ടെങ്കിലും അവസാനത്തിൽ രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി എത്തുമെന്ന കാര്യം BJP ഉറപ്പിക്കുകയായിരുന്നു. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായാണ് രേഖാ ഗുപ്ത ഇന്ന് 12 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതുപോലെ തന്നെ അതിശിക്കും ശേഷവും രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്നു. എന്തായാലും ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുവാൻ തന്നെ BJP തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണം തന്നെ ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30,000-ഓളം പേർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ. ധനസുമോദ് കൂടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. സുമോദ, മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നവരിൽ കപിൽ മിശ്രയുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം. നമുക്കറിയാം CAA വിരുദ്ധ പ്രക്ഷോഭകാലത്ത് വിദ്വേഷം പ്രസംഗിച്ചയാളാണ് കപിൽ മിശ്ര. അങ്ങനെ ഒരാളെ മന്ത്രി പദവി നൽകി ആദരിക്കുകയാണോ BJP? നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ കപിൽ മിശ്രയുടെ വിദ്വേഷ പ്രസംഗം ഉണ്ടായി. പിറ്റേ ദിവസമാണ് വടക്കേ ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതിനുശേഷം ഈ 3ാമത്തെ പ്രതിയാക്കിയിട്ടാണ് വിദ്വേഷ പ്രസംഗം അടക്കമുള്ള കേസുകളിൽ കപിൽ മിശ്രയെ FIR ഇട്ടിരുന്നത്. പക്ഷേ ഈ FIR ഇട്ടത് മാത്രം നടത്തിയതല്ലാതെ ഈ അന്വേഷണം കാര്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഈ 3ാം പ്രതിയായിട്ടുള്ള 3ാമതായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപിൽ മിശ്രയ്ക്കെതിരെ എന്തുകൊണ്ട് ഒരു ആക്ഷൻ റിപ്പോർട്ട് ഉണ്ടായില്ല എന്നുള്ള കാര്യം കോടതി തന്നെ ചോദിച്ചതാണ്. അത് മാത്രമല്ല ഹർജിക്കാരനോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് MLA, MP തുടങ്ങിയവരുടെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ് വേഗത്തിലാക്കുന്നതിന് വേണ്ടി. കാരണം ഈ ആദ്യം ആം ആദ്മി മന്ത്രിസഭയിലാണ് 2015-ൽ നമ്മൾ കപിൽ മിശ്രയെ കാണുന്നത്. പിന്നീട് 2019-ലായപ്പോൾ കപിൽ മിശ്രയെ ആം ആദ്മിയിൽ നിന്ന് പുറത്താക്കിയായിരുന്നു ചെയ്തത്. അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ആരോപണത്തിലാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്. പിന്നീട് 2019-ൽ BJP ചേരുകയും 2020-ഓടുകൂടി വിദ്വേഷ പ്രസംഗം നടത്തുകയും ചെയ്തു. മാത്രമല്ല CAA വിരുദ്ധ കാലത്താണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത വിദ്വേഷ പ്രസംഗം നടത്തുകയും പിന്നീട് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹി കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് കപിൽ മിശ്ര വളരെ ഈ തരത്തിലുള്ള ഒരു കുപ്രസിദ്ധനായി തീർന്നത്. മാത്രമല്ല ഡൽഹിയിൽ മാത്രമല്ല BJP പിന്നീട് കപിൽ മിശ്രയെ ഉപയോഗിക്കുന്നത് ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ
പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു. ഏറ്റവും ഒടുവിൽ അയാൾ നടത്തുന്ന എല്ലാ പ്രഭാഷണങ്ങളിലും ഗുജറാത്തിൽ പലതരത്തിലുള്ള വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം വന്നതിനാൽ വീണ്ടും ഈ 2025 നടന്ന തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLAയെ മാറ്റിയതിനു ശേഷമാണ് BJP കപിൽ മിശ്രയ്ക്ക് സീറ്റ് കൊടുത്തത്. ആ തരത്തിലുള്ള ആണ് കപിൽ മിശ്രയ്ക്ക് ഒരു BJP സംസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തിരുന്നു. ആം ആദ്മിയിൽ നിന്ന് BJPയിൽ ചേർന്ന് ഉടൻ തന്നെയായിരുന്നു വിദ്വേഷ പ്രസംഗം നടത്തുകയും ഇത്തരത്തിൽ BJP വലിയ വലിയ പദവി നൽകി ആദരിക്കുകയും ചെയ്ത് സിറ്റിംഗ് MLAയെ മാറ്റി കപിൽ മിശ്രയെ അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഇപ്പോൾ മന്ത്രിയാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കപിൽ മിശ്ര മന്ത്രിയാകുന്നതിന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ജനാധിപത്യവാദികളിലും അതേതരത്തിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും ഉണ്ടാവുന്നത്. യെസ്, എന്തായാലും ഇന്ന് രേഖാ ഗുപ്തയ്ക്കൊപ്പം മറ്റ് 6 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിൽ CAA വിരുദ്ധ പ്രക്ഷോഭകാലത്ത് വിദ്വേഷം പ്രസംഗിച്ച കപിൽ മിശ്ര കൂടി ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് തന്നെയാണ് ശ്രദ്ധേയം. വിവരങ്ങളാണ് PR അരവിന്ദും ഡൽഹിയിൽ നിന്ന് ധനസമൂഹം നൽകിയത്.